ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓണാഘോഷ വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഉത്രാടത്തിനാട്ടോ ഓണം ആഘോഷിക്കുന്നത്. തിരുവോണത്തിന് വീട്ടിൽ പോയിട്ടുള്ള എൻ്റെ വീട്ടിലോട്ട് പോവുക ചെയ്യാറ്. പിന്നെ അവിടെയുള്ള ഓണാഘോഷ പരിപാടികൾക്കാണ്. നമ്മുടെ വീട്ടിൽ ഓണം ആഘോഷിക്കുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന മുതലേ ഉത്രാടത്തിനാണ് ആഘോഷിക്കുന്നത്. പിന്നെ കുഞ്ഞും കൂടെ ഉണ്ടായപ്പോൾ കുഞ്ഞിൻ്റെ പിറന്നാൾ വരുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ പിറന്നാളും കൂടെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഉത്രാടം നല്ല ഗംഭീരമായിട്ട് എല്ലാ വർഷവും ആഘോഷിക്കാനായിട്ട് തുടങ്ങി. കുഞ്ഞിനിപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേക്കൊന്നും വാങ്ങിയിട്ടില്ല. ഈ ഒരു വർഷം നമ്മൾ കേക്ക് വാങ്ങണം എന്ന് വിചാരിക്കും. കുഞ്ഞ് അത് ആഗ്രഹമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒന്നാമത്തെ പിറന്നാളിന് കേക്ക് മുറിച്ചു, രണ്ടാമത്തേന് പിറന്നാളിന് ഡേറ്റിന് കേക്ക് മുറിച്ചു. പിറന്നാൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചു. രണ്ടാമത്തേന് കുഞ്ഞ് ഒരു അറിവായ ആൾക്ക് ആഗ്രഹം തോന്നുമ്പോൾ ചോദിക്കുമ്പോൾ കേക്ക് മുറിക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. ഈ വർഷം ആൾ ചോദിച്ചു കേട്ടോ, കേക്ക് വേണം, അങ്ങനത്തെ ഉടുപ്പ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് ഉത്രാടത്തിന് ഉത്രാടം കഴിഞ്ഞ് തിരുവോണത്തിനും അവിട്ടത്തിനും ചതയത്തിനൊക്കെ പല്ലിയേറിയിൽ ക്ലബ്ബിൽ ഭയങ്കര ആഘോഷമായിട്ട് അപ്പോൾ എല്ലാവരും പോകും, അച്ഛനും അമ്മയും എല്ലാവരും പോകും. നമ്മളിവിടുന്ന് പോകാറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരുവോണത്തിൻ്റെ ഇടയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അച്ഛനും അമ്മയ്ക്കൊന്നും വരാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് തിരുവോണത്തിന് അങ്ങോട്ട് പോകും വേണം. ഉത്രാടത്തിനാട്ടോ ആഘോഷിക്കുന്നത്. അപ്പോൾ ഓണാഘോഷ പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ എല്ലാം ഓണത്തിൻ്റെ അന്ന് തന്നെ നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് എല്ലാം കൂടെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. കുഞ്ഞിൻ്റെ പിറന്നാളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ ഒന്ന് കുഞ്ഞിനെ കൊണ്ടുപോകണം. അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം നമുക്ക് വേണ്ട നേരത്തെ വെച്ച് വെക്കാൻ പറ്റുന്ന കറികളൊക്കെ വെച്ച് വെക്കാറുണ്ട്. പിന്നെ നമുക്ക് ഓരോ കറികളായിട്ട് വെച്ച് തുടങ്ങണം. ഇഞ്ചിപ്പുളിയും മോരുകറി, അങ്ങനെ നമുക്ക് നേരത്തെ വെക്കാനായിട്ട് പറ്റുന്ന കറികളൊക്കെ ഒന്ന് വെച്ച് വെക്കണം. പിന്നെ നമ്മളെല്ലാം തലേദിവസം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ തലേദിവസം തന്നെ മുറിച്ച് വൈകുന്നേരം ആകുമ്പോൾ എല്ലാം റെഡിയാക്കി വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വെച്ചാൽ മതിയല്ലോ. എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. നമുക്കൊരു തിരക്കുമില്ലാതെ ഫ്രീ ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് രാവിലെ എഴുന്നേറ്റ് അത് ചെയ്യുക എല്ലാം കൂടെ ചെയ്യുകയും വേണ്ട. നമ്മൾ ഫ്രീ ആയിരിക്കും, നമുക്ക് സന്തോഷമായിരിക്കും. കുഞ്ഞിനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് കുഞ്ഞിന് കേക്ക് മുറിക്കണം. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. സാധനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പച്ചക്കറി സാധാരണ അച്ഛ പോയി വാങ്ങിയിട്ട് വരിക ചെയ്യുക. അപ്പോൾ ഇപ്പോൾ അച്ഛ വാഴക്കൊലയും കൊണ്ട് പാലക്കാട് പോയിട്ടില്ല. അപ്പോൾ അന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളി അങ്ങനത്തെ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ വെളുത്തുള്ളിയൊക്കെ കഴിഞ്ഞിരിക്കട്ടെ. വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പോയി നോക്കട്ടെ ഇനി. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ത്രിവേണി, പിന്നെ നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ ഈ ഓണത്തിൻ്റെ ഓണക്കിറ്റുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അച്ഛ അത് വാങ്ങാനായിട്ടൊന്ന് പോയിട്ടുണ്ട്. നമുക്കല്ലാതെ പായസത്തിനുള്ളതും പച്ചക്കറി, പിന്നെ വേണ്ട പച്ചക്കറികൾ സാമ്പാർ, അവിയൽ, അങ്ങനെ അതിനൊക്കെ വേണ്ട പച്ചക്കറികളൊക്കെയാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഒരു സഞ്ചിയൊക്കെ എടുത്തിട്ട് ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. ഉള്ളിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാനായിട്ട് വന്നതാണേ. പരിപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കിറ്റിലുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് പായസം വെക്കാനുള്ളതും പിന്നെ കിറ്റിൽ കിട്ടാത്തതും കുറച്ചധികം വേണ്ട പഞ്ചസാര അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ മതിയിട്ട്. ഒരുപാട് സാധനങ്ങൾ ഉള്ളിൽ നിന്ന് വേണ്ട. പച്ചക്കറി ആയിരുന്നു മെയിനായിട്ട് വേണ്ടത്, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ കുറച്ച് അധികം എടുക്കണം. നെയ്യ് മിൽമയുടെ ഒരു അര ലിറ്ററിൻ്റെ ഒരു നെയ്യ് എടുക്കുന്നുണ്ടേ. പിന്നെ നോക്കി പോട്ടെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. എവിടേക്കോ ഉണ്ട്, തപ്പി കണ്ടുപിടിക്കണം. നമുക്ക് സേമിയൊക്കെ കിട്ടാത്ത ഇനി. എത്ര എടുക്കണം? ചെറുക്കന് പേരയ്ക്ക് വാങ്ങണ്ടോടാ. ചെയ്തിട്ടുണ്ടേ. ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഇതിൽ പച്ചക്കറിയാണ് കൂടുതലായിട്ടും വാങ്ങിയേക്കുന്നത്. പിന്നെ കുറച്ച് പായസത്തിനുള്ളത് നെയ്യൊക്കെ തീർന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് പേരക്കയും പഴമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി നമുക്കിപ്പം കുറേ സാധനങ്ങൾ ത്രിവേണിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അത് പായസത്തിൻ്റെ സേമിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാട്ടോ കണ്ടച്ച കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അത് പിന്നെ കുറച്ച് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചസാര കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം പൈസ വെക്കുമ്പോഴും പിന്നെ നമുക്ക് വീട്ടിലോട്ട് വരാനുള്ളതിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് കുറച്ചധികം പഞ്ചസാര വാങ്ങി വെക്കാറുണ്ട്. 5 കിലോ അല്ലെങ്കിൽ 4 കിലോ അങ്ങനെയായിട്ട് പഞ്ചസാര വാങ്ങുക. അപ്പോൾ അങ്ങനെ കുറച്ച് പഞ്ചസാരയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കണം. പച്ചക്കറികൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. വേണ്ടതനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ കറികളൊക്കെ ആയിട്ട് വെച്ച് തുടങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വെക്കുന്നത് ഇഞ്ചി പുളി വെക്കാം. പിന്നെ നമുക്ക് മോരുകറിയോ അല്ലെങ്കിൽ പച്ചടിയൊക്കെ വെക്കാം കേട്ടോ. ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ, ചെറിയ കഷ്ണങ്ങളായിട്ട്. എണ്ണ ചൂടാക്കി നമ്മൾ ഇതിലോട്ട് ഇഞ്ചി ഇടുവാണേ വഴറ്റിയെടുക്കാനായിട്ട്.
പച്ചമുളക് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇനി അതിലോട്ട് ഇടാനായിട്ട്. പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ആയിട്ട് അരിഞ്ഞെടുക്കുന്നത്. പച്ചമുളകും ചെറിയുള്ളിയും കൂടി ഇഞ്ചിയിലോട്ട് ഇട്ടിട്ട് നമ്മളിതെല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇഞ്ചി ഇപ്പോൾ നന്നായിട്ടായിട്ടുണ്ടേ. അപ്പോൾ നമ്മളിതിലോട്ട് ഇനി പുളിവെള്ളം ഒഴിക്കുക. വറുത്ത കായവും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ടേ. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. എനിക്ക് തോന്നുന്നു ഇഞ്ചി വറുത്ത സമയത്ത് തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ മുളക് പൊടി. ഇപ്പോൾ ഓർത്തില്ല, ഇപ്പോൾ ഇട്ടു. കുറച്ചല്ലേ ഇടുന്നുള്ളൂ, വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഇഞ്ചിപ്പുളി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇറക്കി ഒരു പാത്രത്തിൽ തണുത്ത് കഴിയുമ്പോൾ പാത്രത്തിലാക്കി അടച്ചു വെക്കാനായിട്ട് പോവുകയാണേ. നമ്മളിനി പച്ചടിക്കുള്ള വെള്ളരിക്കൊന്ന് മുറിച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ. വെള്ളരിക്ക് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുവാണേ. പച്ചടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കടുക് ഒന്ന് പൊളന്നെടുക്കാം കേട്ടോ. വെള്ളരിക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ഇനി കുറച്ച് വെളുത്തുള്ളിയും ജീരകവും പിന്നെ പച്ചമുളകും കൂടെ അരച്ചെടുത്ത അരപ്പാട്ടോ ചേർക്കുന്നേ. ഇതിലോട്ട് ഇനി പൊടിച്ച് വെച്ച് നമ്മൾ പൊളന്നെടുത്ത കടുക് ഇടുന്നുണ്ട്. ഇനി ഇതിലോട്ട് തൈര് ഒഴിക്കുവാണേ. പച്ചടി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പച്ചടി ഇറക്കി വെക്കുവാണേ. നമുക്കിനി മോരുകറി വെക്കാം. മോരുകറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മോരുകറിക്കും പച്ചടിക്കും കൂടെ വേണ്ടിയിട്ട് കടുക് വറക്കാം കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ച് വറക്കാമെന്ന് വെച്ചു. മുളക്, കറിവേപ്പില. അപ്പോൾ അതായിട്ടുണ്ട്. നമുക്കിനി കുറച്ചിതൊന്ന് കോരിയിട്ട് പച്ചടിയിലോട്ട് ചേർക്കാം. നമ്മളിതിലോട്ട് ഇനി അരപ്പും മോരും കൂടെ ചേർക്കുക കേട്ടോ. അരച്ചപ്പോൾ ഞാൻ എല്ലാം കൂടി പാത്രത്തിലോട്ട് എടുത്തു. നമുക്ക് അരപ്പായിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി, കാന്താരി, പിന്നെ വെളുത്തുള്ളിയും ജീരകമായിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. അതിലൂടെ നമ്മുടെ തേങ്ങയും വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ അരച്ചിട്ട് നമ്മൾ മോരും കൂടെ ഉടച്ച് ഒരേ പാത്രത്തിൽ രണ്ടും കൂടെ ഒഴിച്ചെടുത്തിട്ട് വന്നു. ഇനി ഇളക്കി നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് മോരെ. മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മോരിൽ. മോരുകറി ആയി കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഇനി ഇറക്കി വെക്കട്ടെ. നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മളിനി വടുകപ്പുളി അച്ചാറും കൂടെ ഒന്ന് വെക്കാനായിട്ട് പോവുകയാണേ. അപ്പം അതിനായിട്ട് ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ചു. കുറച്ച് കായ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കായ നന്നായിട്ട് വലിച്ച് നീട്ടിയതാട്ടോ, വേഗമായി കിട്ടാൻ വേണ്ടിയിട്ട്. കടുക് വറുത്ത് കറിവേപ്പില ഇട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് മൂപ്പിക്കുവാണേ. ഉലുവ പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ കായവും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുവാണേ. അപ്പം നമുക്കിത് പൊടികളൊക്കെ ഇനി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് മുളക് പൊടി ഇട്ട് ചൂടാക്കിയിട്ട് ഇതിലോട്ട് കുറച്ച് ഉലുവപ്പൊടി ഇടുവാണേ. അപ്പോൾ ഇതിന് മുളക് പൊടിയൊക്കെ എല്ലാം മൂപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിതിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന നാരങ്ങ ഇടുക കേട്ടോ. വടുകപ്പുളി നാരങ്ങയാണേ.
കൂട്ട വടുകപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലിട്ട് വെക്കാവേ. ഇത് കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ നാരങ്ങ കിട്ടിയപ്പോഴത്തേക്ക് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇനി ഇതും ഇല്ലമ്മ ഇതിനി പാത്രത്തിലോട്ട് ഇട്ട് വെക്കാം. നമുക്കിനി പയറും മെഴുക്ക് വരട്ടി വെക്കാനുള്ള പയറൊന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. ഇനി കഷ്ണങ്ങളൊക്കെ ഒന്ന് നാളത്തേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മെഴുക്ക് വരട്ടിക്കുള്ള പയറൊന്ന് റെഡിയാക്കി വെക്കാം. ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയാണ് കേട്ടോ, നല്ല വെയിലൊക്കെ ഉണ്ട്. മഴയൊക്കെ അങ്ങോട്ട് മാറി. ഞാനന്ന് മഴയായിരുന്നു, പക്ഷേ ഇന്നലെ മഴയായിരുന്നു. ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയാണ്. ഇനി നാളെ എങ്ങനെയാവുമെന്ന് അറിയത്തില്ലേ. നമ്മളിനി സാമ്പാറിനുള്ള കഷ്ണം കൂടെ റെഡിയാക്കി വെക്കുവാണേ. നമ്മളിപ്പോൾ പയർ എല്ലാം ശരിയാക്കി വെച്ചു. സാമ്പാർ കഷ്ണവും കൂടെ ഉള്ളു കേട്ടോ. ഇനി ശരിയാക്കി വെക്കാം. സാമ്പാറും അവിയലും കൂടെ ഒരുമിച്ച് ശരിയാക്കി വെക്കുകയാണേ. കുഞ്ഞിൻ്റെ പിറന്നാളിന് നമുക്ക് ഓണത്തിനൊക്കെ ആയിട്ട് സദ്യ ഉണ്ടാക്കി തരാം അമ്മ. കേക്ക് മതിയോ? സദ്യ വേണ്ട? സദ്യയും വേണം. സദ്യയും കഴിക്കണം, കേക്കും കഴിക്കണം. ഓക്കെ, കഴിക്കുമോ കുഞ്ഞ് സദ്യ? അല്ല, ആ സദ്യ കഴിക്കാം. അമ്മ ഇലയിൽ പരിപ്പും നെയ്യും അവിയലൊക്കെ ഇട്ട് തരാം. കഷ്ണങ്ങൾ നമുക്ക് വേണ്ട കഷ്ണങ്ങൾ എല്ലാം ചെത്തി വൃത്തിയാക്കി കഴുകി ചെറിയ നമുക്ക് എങ്ങനത്തെ കഷ്ണങ്ങളായിട്ടാണ് വേണ്ടത്. അവിയലിനാണെങ്കിൽ അവിയലിന്, സാമ്പാറിനാണെങ്കിൽ സാമ്പാറിന് രണ്ടായിട്ട് അരിഞ്ഞിട്ട് നല്ല അടച്ചൊരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് അതെടുത്ത് വെക്കുകയായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ അരിയുന്നതും കഷ്ണങ്ങളാക്കുന്നതും പണിയെല്ലാം എളുപ്പമാവും. കഷ്ണങ്ങൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പക്ഷേ ഇതുവരെ അങ്ങനെ നമ്മൾ തലേദിവസം തന്നെ സാമ്പാറിൻ്റെ അവിയലിൻ്റെ കഷ്ണങ്ങൾ സദ്യ വെക്കുന്ന സമയത്ത് വെക്കാറില്ലായിരുന്നു. അല്ല, നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് രാവിലത്തേക്ക് പെട്ടെന്ന് സാമ്പാർ വെക്കണം, ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇതുവരെ സദ്യക്ക് വെച്ചിട്ടില്ല, ആദ്യമായിട്ട് സദ്യക്ക് വെക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ അമ്പലത്തിലും കൂടെ പോകണോണ്ടാണ് കേട്ടോ. നമ്മളല്ലെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ സമയം വൈകിപ്പോൾ. അല്ലെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ ചെത്തി വൃത്തിയാക്കി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലിന് സാമ്പാറിനുള്ളത് 2 പാത്രത്തിലോട്ട് അരിഞ്ഞിടാം. നല്ല മുള്ളങ്കി ആയിരുന്നു കേട്ടോ നമുക്ക് വാങ്ങിയപ്പോൾ കിട്ടിയത്. വാഴയ്ക്ക ഏകദേശം ഒരേ അളവിൽ കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഷേപ്പിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ മാക്സിമം ഷേപ്പ് മാറ്റാതെ നല്ലൊരു ഷേപ്പ് കിട്ടാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഫുൾ അരിഞ്ഞെടുത്തു കേട്ടോ. ഇത്രയും കഷ്ണങ്ങളായിട്ട് ഇപ്പോൾ സാമ്പാറിനുള്ളത്. നമുക്ക് ഇനി അവിയലിനുള്ള കഷ്ണങ്ങളും കൂടെ ഒന്ന് അരിഞ്ഞു വെക്കാം. അപ്പോൾ ഇത് അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി രണ്ടും ഒരു നല്ല പാത്രത്തിലിട്ടിട്ട് അടച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് പോകാട്ടോ. രണ്ടും നമ്മളിപ്പോൾ തക്കാളി ഇതിലോട്ട് അരിഞ്ഞിട്ടില്ല. തക്കാളിയും അതുപോലെ തന്നെ വഴുതനങ്ങ അരിഞ്ഞിട്ടില്ല കേട്ടോ. കത്തിരിക്ക അതൊന്നും അരിഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ നാളെ അരിയത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാം അരിഞ്ഞിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ എടുത്ത് അടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുറ്റം ഒന്നും കൂടെ അടിച്ചിടാന്ന് വെച്ചു. മുറ്റം ഇനിയിപ്പോൾ ഇപ്പം അടിച്ചിടാൻ നാളെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് കരിയിലൊന്നും വീഴത്തില്ല. പിന്നെ കുറച്ച് കാട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പറിച്ചിട്ട് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അമ്മ അടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഞാനും കൂടെ ഒന്ന് അടിക്കുക. വേഗം മുറ്റം അടിച്ച് തീർക്കുക. അപ്പോൾ അമ്മ നാളത്തേക്കുള്ള അവിയലിനുള്ള തേങ്ങയും പരിപ്പ് കറിക്കുള്ള തേങ്ങ അങ്ങനത്തെയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ പായസത്തിനൊരു തേങ്ങ എടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കും കേട്ടോ. സേമിയ പായസം വെക്കുവാണെങ്കിലും കുറച്ച് തേങ്ങാപ്പാൽ. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ പൊതിച്ച് വെക്കും. ഉള്ളത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇന്നലെ ചിപ്സും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് വേണ്ട നാളത്തേക്കുള്ള എല്ലാ ഒരുവിധം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി രാത്രി ആകുമ്പോഴത്തേക്ക് ഒന്ന് വീട്ടിനുള്ളൊന്ന് അടിച്ചു വാരി തുടയ്ക്കണം. അത്യാവശ്യം സാധനങ്ങളൊക്കെ നേരത്തെ ഇരിക്കുന്നതൊക്കെ ഒന്ന് ഒതുക്കണം. അങ്ങനത്തെ പണികളൊക്കെ ആട്ടോ ഇനി ഉള്ളത്. പിന്നെ നമ്മൾ പൂ പറിക്കാനായിട്ട് പോവുക. നാളെ രാവിലെ പോയി പൂ പറിക്കാനായിട്ട് സമയമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം തന്നെ പൂ പറിച്ച് വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്നും നമ്മുടെ ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ സിന്ധിച്ചിട്ട് വീട്ടിൽ നിന്ന് അവിടെയൊക്കെ പോയിട്ടാണ് പൂ പറിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് റോഡിൻ്റെ സൈഡിലുള്ളത് പല്ലിയാർ വീട്ടിൽ കുറേ പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഉള്ള പൂവൊക്കെ നോക്കി പറിച്ചിട്ട് വരാം. കുറച്ച് പൂവൊക്കെ ഇവിടെ വരുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ മുട്ടിട്ട് ആയി വരുന്നേ ഉള്ളൂ. ഇത് ഓണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതായി വരത്തുള്ളൂ. ചിലത് മാത്രം വിരിഞ്ഞ് വരുന്നു, ബാക്കി കുറേ മുട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ വിരിയുമ്പോഴത്തേക്ക് ഓണമൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പൂവൊക്കെ പറിക്കാനായിട്ട് പോകും. കുളിയൊക്കെ കഴിഞ്ഞു.
പൂ പറിച്ചിട്ട് വരാം. നമുക്ക് മെയിനായിട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഇനിയിപ്പോണ്ടൊരു പണി നമുക്ക് ഉള്ളൊന്ന് വൃത്തിയാക്കല കേട്ടോ. അടിച്ചുവാരം തുടക്കലും ആ പരിപാടി തന്നെ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളിപ്പോൾ പൂ പറിക്കാനായിട്ട് വന്നേക്കുന്നതേ നമ്മളെപ്പോഴും വരാറുള്ള ഒരു കുന്നിൻ്റെ മുകളിലാട്ടോ. ഇവിടെ ഒരു പ്രത്യേക കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ മരങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു ആയിട്ട് നിൽക്കുന്ന സ്ഥലം. നല്ല കാറ്റായിരിക്കും കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിവിടെ ആണെങ്കിൽ ഒരു പ്രത്യേക തരം സൂര്യകാന്തി പൂവുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സൂര്യകാന്തി പൂ. അപ്പോൾ അത്തം ഇടുന്ന സമയത്ത് ആദ്യം മുതലേ ഞാൻ വിചാരിക്കുമായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം വിചാരിച്ചായിരുന്നു അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാലോ എന്നുള്ളത്. നന്നായിട്ട് പടരും, നല്ല പൂവും ഉണ്ടാവും. അപ്പോൾ ആ പൂ പറിക്കാനായിട്ട് വന്നാൽ കേട്ടോ നല്ല കാറ്റാണ്. ഇപ്പോൾ ഇത്രയും ദിവസം നമുക്ക് അത്യാവശ്യം മഴയും ഒരു വല്ലാത്ത കാലാവസ്ഥയായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല മഴയായിരിക്കുന്നത്. ഇനി പെയ്യുമോ അറിയില്ല. പക്ഷേ ഇപ്പോൾ നോക്കുക നല്ല ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നല്ല വെയിലും നല്ലൊരു കാലാവസ്ഥയാട്ടോ. നമുക്ക് നാളെയും മറ്റന്നാളും ഇനി 2-3 ദിവസത്തേക്കുള്ള ഓണപ്പരിപാടികളുണ്ട്. 4 ദിവസത്തെ ഓണപ്പരിപാടികളുണ്ട്. 4 ദിവസം എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഇപ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ആയി. വൈകുന്നേരം ഇപ്പോൾ സൂര്യാസ്തമയം ആയേ ഉള്ളൂ. പക്ഷെ നല്ല തണുപ്പായി ഇവിടെ കാറ്റിൻ്റെ. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കുറേ സൂര്യകാന്തി പൂവുണ്ട്. അപ്പം അതൊന്ന് പറിക്കണം. എന്താണ് നോക്കണേ? അതിൻ്റെ ആ മൂക്ക് കയർ കണ്ണിൻ്റെ അടുത്തു കൂടെ വന്നിട്ടേ കണ്ണിച്ച് ഇറിറ്റേഷനാവുണ്ടെന്ന് തോന്നുന്നു പശുവിന്. പശുക്കുട്ടി ഈ ഒരു സൂര്യകാന്തിയുടെ കാട്ടുപൂവാട്ടോ നമ്മൾ പറിച്ചെടുക്കുന്നത്. ആ സൂര്യകാന്തിയെ ഈ ഒരു കാട്ടുപൂ ഭയങ്കര കാറ്റാട്ടോ. അതുകൊണ്ട് പൂവൊന്നും നേരെ കിട്ടത്തില്ല. ഈ ഒരു പൂവാണേ. നടക്കണേ. വലിയ മുള്ളുണ്ട്. കാലിൽ കുത്താതെ നോക്കി നടക്കുക. നമുക്ക് ഇവിടുന്ന് കുറച്ച് പൂവേ കിട്ടിയുള്ളൂ കേട്ടോ. ഭയങ്കര മുള്ളുണ്ട്. അപ്പുറത്തലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറിക്കാം. ബാവന നമുക്ക് പോവാം. വാ, ഭയങ്കര കാറ്റാടാ. വാടാ. ഇത് വേണ്ടോ? നിറയെ പൂവുണ്ട് കേട്ടോ. ഫുള്ള് പൂവാണേ. നിറയെ പൂ നിൽക്കുന്നുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു കാട്ട് മറ്റേ ഇതാണ് കേട്ടോ. സൂര്യകാന്തി പൂവാണേ. നിറയെ അതിൻ്റെ ഒരു സമയത്ത് ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, റോഡ് സൈഡിൽ കൂടെ. അപ്പോൾ നമ്മൾ ഈ ഒരു പൂ പറിക്കാനായിട്ടാണ് വന്നേക്കുന്നത്. പൊന്നൊന്ന് പൂ പറിക്കണോടാ? ആ പറിച്ചോ. വണ്ടി വരുന്നുണ്ട്, ഇങ്ങോട്ട് കയറി നിൽക്ക്. ബാ, ഇവിടെ നിന്നോ കേട്ടോ. സൂര്യകാന്തി അയ്യോ അത് പോയി. ഓ വണ്ടികളൊക്കെ പോവും. നമ്മൾ അങ്ങോട്ട് റോട്ടിൽ ചാടാൻ പാടില്ല. ഇത് വേണ്ട, അത് കേട് പോവും. ഒരു കൊട്ടപ്പൂവായേ. ഇത് പരന്നിരിക്കുന്നതുകൊണ്ട് ഒരുപാട് പൂവുള്ള പോലെ തോന്നത്തില്ല. അത് നിറയെ പൂവുണ്ട്. നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടത്തിന് പൂവാകും കേട്ടോ. കുറേ പൂ കിട്ടി നമുക്ക്. നമ്മൾ ഈ പൂവും കൊണ്ട് കുറച്ച് പൂവും കൂടെ അവിടെ നിന്ന് കുറച്ചിട്ട് നമ്മൾ പോകുക കേട്ടോ. നമ്മുടെ വീട്ടിലെത്തിയിട്ട് നമ്മളിവിടുന്ന് കുറച്ച് തെച്ചി പറിച്ചെടുക്കുവാടെ. അമ്മ 2 കമ്പൊടിഞ്ഞമ്മ. നല്ല കളറുള്ള തെച്ചിപ്പൂ, നല്ല റെഡ് കളറാണ്. അത് ചാച്ചെടുക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോവാം. നല്ല ഡ്രസ്സിട്ട് രാവിലെ എഴുന്നേറ്റ് ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. കുഞ്ഞ് എഴുന്നേറ്റില്ല, ഉണ്ണേട്ടനെ എഴുന്നേറ്റ് കുളിച്ചു. അപ്പം നമ്മൾ രാവിലെ തന്നെ വേഗം കറികളൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ. സാമ്പാറെല്ലാം അടുപ്പത്ത് വെച്ച് സാമ്പാറായി. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി. പിന്നെന്താ പരിപ്പ് കറി. പരിപ്പ് അടുപ്പത്ത് വെച്ച് അമ്മ ഇത് അരയ്ക്കാൻ തുടങ്ങുക. അവിയലും അടുപ്പത്ത് വെച്ചു അരയ്ക്കാൻ തുടങ്ങുക. പിന്നെ മെഴുക്കുവരട്ടി ആയിട്ടോ, അതൊക്കെ പാത്രത്തിലാക്കി വെച്ചു. അപ്പോൾ നമുക്കിനി അത്തപ്പൂക്കളിടണം. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചൊന്ന് കുളിപ്പിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകണം. രാവിലെ എല്ലാം കൂടെ വീഡിയോ എടുക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് എടുത്തില്ല കേട്ടോ. അപ്പോൾ അമ്മ ബാക്കി ഇത് അരച്ച് അവിയലിന് ചേർക്കാനുള്ളതൊക്കെ ചേർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പൂ പറിക്കാനായിട്ട് വന്നു. നമുക്കിനി പൂ പറിച്ചിട്ട് പോയി വേഗം ഒരു അത്തം ഇടാവേ. അപ്പോൾ നമുക്ക് വേണ്ട പൂവൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലും പൂ പറിച്ച് വെച്ചതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് പോയിട്ട് വേഗം ഒരു അത്തം ഇടാവേ. അപ്പോൾ നമുക്ക് ചാണകം ഒന്ന് മെഴുകിയിട്ട് അത്തം ഇട്ട് തുടങ്ങാം കേട്ടോ. ആദ്യം ഈ ഒരു മഞ്ഞപ്പൂവായിട്ട് വെക്കുന്നത്. അത് സെൻറ്ററിൽ നമ്മൾ തുളസി വെച്ചു. ചുറ്റും നമ്മൾ മഞ്ഞപ്പൂവ് റൗണ്ടിൽ വെച്ചേ. പിന്നെ നമുക്ക് ഓറഞ്ചും കൂടെ ഒരു റൗണ്ടിൽ വെക്കാം. അത്തം ഇട്ട് കഴിഞ്ഞു കേട്ടോ. വേഗം ഇട്ടേ. സമയവും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എൻ്റെ പായസം വെക്കാനായിട്ട് ഉണ്ടായിരുന്നു. പാലും വാങ്ങാനായിട്ട് പോകേണ്ടി വന്നായിരുന്നേ. അപ്പോൾ ഞാൻ പിന്നെ തന്നെ വേഗം അത്തപ്പൂക്കളും ഇട്ടു. നമ്മൾ സൂര്യകാന്തി പൂ ഏറ്റവും ലാസ്റ്റായിട്ടാട്ടോ വെച്ചത്. മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്തു. കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പൂവൊന്ന് പെട്ടെന്ന് വാടാതിരിക്കാനായിട്ടാണ്. അപ്പോൾ പിന്നെ പറന്നും പോകത്തില്ല കേട്ടോ. കാറ്റൊക്കെ അടിച്ചാലും പൂവ്
അപ്പോൾ നമ്മുടെ അത്തപ്പൂക്കളം റെഡി ആയിട്ടുണ്ട്. ഇനി റെഡി ആയിട്ട് കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് തുടങ്ങുവാണ്. 9:30 വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് നട അടയ്ക്കുമായിരിക്കും. അപ്പോൾ അതിന് മുന്നേ ഒന്ന് പോകണം. പിന്നെ നമുക്ക് വന്നിട്ട് ഇനി പായസമൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ വന്നിട്ട് പിന്നെ കുഞ്ഞിൻ്റെ അത് കഴിഞ്ഞിട്ട് പായസമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഡെക്കറേഷനും കൂടെ ചെയ്യണം. ചെറുതായിട്ട് കേക്ക് മുറിക്കുന്നതിൻ്റെ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. വേഗം അമ്പലത്തിൽ പോയിട്ട് ഇനി വരാം. അപ്പോൾ റെഡിയായിട്ട് അമ്പലത്തിലോട്ട് പോകാനായിട്ട് തുടങ്ങുക കേട്ടോ. ഒരു പട്ടുപാവാടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും സമ്മതിക്കുന്നില്ല. അവസാനത്തെ ഒരു ഉടുപ്പെടുത്തിട്ടു. ഉടുപ്പിട്ടിട്ടാണ് അമ്പലത്തിൽ പോണത്. പട്ടുപാവാടയൊക്കെ തേച്ചൊക്കെ വെച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ് അമ്പലത്തിൽ പോകാൻ. ഹാപ്പി ബർത്ത്ഡേ കാര്യമല്ലേ? പെരുന്നാൾ കേക്കൊക്കെ മുറിക്കില്ല നമ്മളിന്ന്. സന്തോഷത്തിലിരിക്കുക. അതിൻ്റെ കുറച്ച് കൊഞ്ചലും ഉണ്ട്. കരച്ചിലും ബഹളമോ ഒന്നും അറിയില്ല. ഇച്ചിരി കഴിയുമ്പോൾ പോവാം, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ അതാ അമ്പലത്തിലെത്തി. കുഞ്ഞ് ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ട്. ചെറിയ ആൾ ഇത്തിരി മൂഡ് ഓഫിലാണേ. നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അമ്പലത്തിലെത്തി പോയിട്ട് തൊഴുതിട്ട് വരട്ടേട്ടോ. ഉള്ളിൽ കള്ളമല എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ വന്നേ. പൂവൊക്കെ ഞാൻ വേണ്ടി മേടിച്ചു. ബാബുന്നോ അച്ചെടുത്തോളാം. ഏത് കല്ലിട്ടേക്കുന്നു കറക്റ്റായിട്ട് കിട്ടോ? ഏത് കല്ല് ചെയ്താ കറക്റ്റായിട്ട് കിട്ടോ? കണ്ടിട്ടാ എൻ്റെ കാലും കൂടെ ഓടി. ഏത് കല്ല? ഇത് കല്ല ഇങ്ങനെയാണ് തിരിഞ്ഞു പോയി ഇങ്ങനെ. ആ പിള്ളേരുടെ മൈൻഡിൽ എങ്ങനെയാണ് ഓപ്പോസിറ്റ് അവർക്ക് പെട്ടെന്ന്. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് ഇതാ അച്ഛയമ്മയും കൂടെ പായസം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് കുറച്ച് പാലും അതുപോലെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കാപ്പൊടിയൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുവിധം സേമിയ സെറ്റായി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തു കേട്ടോ. പിന്നെ കുറച്ച് പായസം ഒരു കുറുകലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് പാലും കൂടെ തിളപ്പിച്ച് അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പായസം വെക്കുന്ന സമയത്ത് സേമിയ പായസം വെക്കുന്ന സമയത്ത് ഒരു തേങ്ങ പൊടിച്ച് അതിൻ്റെ തേങ്ങാപ്പാലും കൂടെ ചേർക്കും. അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ തേങ്ങാപ്പാലിനൊരു മണം വരുമ്പോൾ നല്ല ടേസ്റ്റ്. കുഞ്ഞിൻ്റെ പിറന്നാൾ നമ്മൾ ബാക്കിൽ കേക്ക് മുറിക്കുന്നതിൻ്റെ പുറകിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഈ എസ്തെറ്റിക് വേൾഡ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വേഗം തന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അവരെല്ലാം അയച്ചു തരും കേട്ടോ. ബലൂണ് ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ, ബലൂണ് വീർപ്പിക്കാനുള്ള സംഭവം എല്ലാം എന്തൊക്കെ വേണോ അത് ഫുള്ളുണ്ട്. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ നമുക്ക് വേറെ എളുപ്പമായിട്ടോ വേഗം തന്നെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്നും പോയിട്ട് അവിടെ പോയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ഡൈനിങ് റൂമിൽ അവിടെ വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി സെറ്റ് ചെയ്യാം അവിടെ പോയിട്ടത്. നമ്മളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ഇത് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടേ. നമ്മൾ ഡബിൾ ടേപ്പ് സ്റ്റിക്കറൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് നേരം ഇരിക്കും പൊങ്ങി വരുന്നുണ്ട്. നമുക്കിനി ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് ഫ്രണ്ടിലിടാനായിട്ടുള്ള ഒരു സംഭവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചിങ്ങനെ ബലൂണെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒട്ടിച്ചാൽ മതി. ഇനി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളുള്ളിൽ അതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാ തനു പുറത്ത് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും ഇട്ട് കൊടുത്തില്ല. പിറന്നാളിനാണ് ഡ്രസ്സൊന്നും ഇട്ട് കൊടുത്തില്ല. ദേവുവിൻ്റെ കൂടെ കളിക്കുന്ന സിന്ധു ചേച്ചിയുടെ മോളാട്ടോ. ദർശനയുടെ അനിയത്തിയാണ്.
അപ്പോൾ അവർ ലീവിന് ഇപ്പോൾ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ അവർ കൂടെ കളിയാണ്. ശ്രീകുട്ടിയുണ്ട്, നാത്തൂനുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഊഞ്ഞാലിന് ഇറങ്ങിയതിന് തനു കരച്ചിലും വഴക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഉറക്കക്കുറവിൻ്റെ ചെറിയൊരു പ്രശ്നം തനുണ്ടായിരുന്നു, ചെറുതായിട്ട് വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി മിക്കവാറും നമ്മുടെ കേക്കൊക്കെ മുറിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് വഴക്കാവുന്നുള്ളത്. പിന്നെ ഊഞ്ഞാൽ കെട്ടിയോണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എല്ലാവരും ഒരുപാട് നേരം ഊഞ്ഞാലാടി ഉണ്ടായിരുന്നു, മാറി മാറി ഈ ഒരു ഊഞ്ഞാലിൽ തന്നെയായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഊഞ്ഞാൽ ഇപ്പുറത്ത് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതിനെക്കാട്ടി ഇഷ്ടമായത് ഈ ഒരു ഊഞ്ഞാലാണ്, വലിയ ഊഞ്ഞാൽ. ഇതിനാണെങ്കിൽ സ്പീഡുള്ളൂ, ഇതിൽ അവർക്ക് രസമുള്ളൂ കേട്ടോ. അതാണ് നല്ല ഹൈറ്റിലല്ലേ നമ്മൾ കെട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ബലൂണൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ബലൂണ് നമുക്ക് സെറ്റ് മൊത്തത്തിൽ ഇവിടെ വെക്കാം കേട്ടോ. ഈ ഫുള്ള് ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവങ്ങളൊക്കെ വെക്കാം. ബലൂണ് വീർപ്പിക്കാനുള്ളൊരു സമയം മാത്രം കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ദൈവവും അതുപോലെ തന്നെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബെൻസി ഉണ്ടായിരുന്നു, പിന്നെ സിന്ധിച്ച് എല്ലാവരും കൂടെ കൂട്ടിയിട്ടാട്ടോ ബലൂണൊക്കെ വീർപ്പിച്ചത്. പിന്നെ നമുക്ക് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂണിക്കോണിൻ്റെ തീമ വെച്ചത് തനു പറഞ്ഞിട്ട് തനുവിൻ്റെ ഇഷ്ടത്തിന് വെച്ചാണ് കേട്ടോ. അത് ആദ്യം വിചാരിച്ച് ബാക്കിൽ ഫോട്ടോ വെക്കാം തനുവിൻ്റെ. അത് കഴിയുമ്പോൾ തനു പറഞ്ഞു കുതിരേനെ മതി, കൊമ്പുള്ള കുതിര എന്നാട്ടോ പറയാം. അപ്പോൾ കൊമ്പുള്ള കുതിരേനെ മതി എന്ന് പറഞ്ഞു. പിന്നെ എന്നാൽ ഞാൻ വിചാരിച്ചു ഫുള്ളെന്ന് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചു. തനുവിന് കേക്ക് കഴിക്കാൻ കൊടുത്തപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ബോളുണ്ട് അവിടെ കളർഫുള്ളായിട്ടുള്ള, അത് കഴിക്കാനായിട്ടാണ് ആൾ കേക്കൊന്നും കഴിച്ചില്ല. നമ്മൾ മുറിച്ച് കൊടുത്തപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത വേഗം ഇറങ്ങിപ്പോയി. പിന്നെ യാമി ഉണ്ടായിരുന്നു കേട്ടോ, ഏട്ടൻ്റെ കുട്ടിയാണേ. അപ്പോൾ ആൾക്ക് ഞാൻ കൊടുത്തപ്പോൾ ആൾ യാമി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. യാമി കേക്കിൽ തന്നെ നോക്കുന്നുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷെ കൊടുത്തപ്പോൾ ഇടയിൽ ആൾ കഴിച്ചു കേട്ടോ. പിന്നെ തനുവിന് ഒരു വാശി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഈ തനുവിനെ എന്താ പറയുക കുഞ്ഞ് കേക്ക് മുറിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഉറക്കക്കുറവിൻ്റേതായ ഒരു വാശിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് തന്നെ എടുത്ത് കഴിക്കുക ചെയ്യും. ഒരു കസേര ഇട്ടിട്ട് അവിടെ നിർത്തി. കുറച്ച് വലിയ കാര്യമായിട്ട് നമുക്ക് ഫോട്ടോസോ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. തനുവിൻ്റെ 1ാം പിറന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. 2ാമത്തെ പിറന്നാൾ പിന്നെ നമ്മൾ കേക്കൊന്നും മുറിച്ചില്ല. ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ നമ്മൾ സദ്യ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ കഴിക്കുകയായിരുന്നു ഇവിടെ ചെയ്തത്. കുഞ്ഞിന് ഇപ്പോൾ എന്നാണ് ഞാൻ ആഗ്രഹം കുഞ്ഞായിട്ട് പറയണത് കേക്ക് വേണം മുറിക്കാമെന്നാട്ടോ വിചാരിച്ചത്. ഈ വർഷം പറഞ്ഞപ്പോൾ അങ്ങനെ മുറിച്ചതാണ്. നമ്മൾ കേക്ക് പിന്നെ എല്ലാവർക്കും മുറിച്ച് കൊടുത്തു. വലിയ കാര്യമായിട്ട് തന്നെ എൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കേക്കായിരുന്നു, അടിപൊളിയായിട്ടുള്ളൊരു കേക്കാട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് ഒരു താത്ത ചെയ്ത് തന്ന കേക്കായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ കഴിക്കാനായിട്ട് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. നമ്മൾ സദ്യയൊക്കെ എല്ലാം പാത്രത്തിലാക്കി എടുത്തു. അതിൻ്റെ ഇടയിൽ അമ്മ ഒരു ഓട്ടിൻ്റെ ഉരുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ പിറന്നാളായിട്ട് കഴിഞ്ഞ പിറന്നാളിന് വലിയൊരു ഉരുളിയാണ് കൊണ്ടുവന്നത്. ഇത് ഓടിൻ്റെ ഉരുളി, നല്ല ഉരുളിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് കണിയൊക്കെ വെക്കാൻ നല്ല രസമുണ്ടാവും. പിന്നെ അമ്മ തനുവിനെ എടുത്തിട്ട് പോയിട്ട് ഉറക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ തനു അങ്ങനെ കുറച്ച് നേരം കറിയൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങി. പിള്ളേർക്കൊക്കെ താഴെ കൊടുത്തുവിട്ടു. തനുവിനും കൂടെ വിളമ്പിയിട്ടായിരുന്നു, പക്ഷെ ആൾ കഴിച്ചില്ല. പിന്നെ ദേവും ജിതിനൊക്കെ ആദ്യം ഭക്ഷണം അവർക്ക് കൊടുത്തു. അവർക്ക് എവിടെ പോകാനുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും പിന്നെ മാമൻ്റെ മക്കളും എല്ലാവരും കൂടെ അവരിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അണ്ണനൊക്കെ കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. നമ്മളുണ്ടാക്കിയ ഇത് തന്നെ ഉള്ളൂ കേട്ടോ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ വീഡിയോയിൽ കാണിച്ചതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളേ. സമയത്തൊക്കെ കുട്ടികൾ വന്നിട്ട് ഊഞ്ഞാലിലാടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. ഈ ഓണത്തിൻ്റെ ഒരു രസം തന്നെ ഊഞ്ഞാലാടുകയല്ലേ. തനുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ ഊഞ്ഞാലാടുന്നത്. പക്ഷേ എനിക്കിതിലാട്ടം ഭയങ്കര പേടിയാട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പുറകിലെ മാവിലൊരു ചെറിയ ഊഞ്ഞാൽ കിട്ടിയത്. പക്ഷേ അതിൽ സ്പീഡില്ലെന്ന് പറഞ്ഞിട്ട് അതിലാടില്ല, എപ്പോഴും ഇതിലാടുള്ളൂ. പയ്യെ സൂക്ഷിച്ച് പയ്യൊക്കെ ആണ് ആട്ടും കേട്ടോ. ആൾ ഇരിക്കുന്നതൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അച്ചാറും ഉപ്പ് പിന്നെ നമ്മൾ 2 തരത്തിലുള്ള അച്ചാർ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണിമാങ്ങ അച്ചാർ, നമ്മുടെ ഇരുമ്പപ്പുളി അച്ചാർ, പിന്നെ ഇഞ്ചിപ്പുളി, ഉള്ളിത്തീയൽ, പച്ചടി, അവിയൽ, പരിപ്പ്, പയറ് മെഴുക്ക് വരട്ടി, പരിപ്പിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ അടിപൊളിയാട്ടോ. പിന്നെ പപ്പടം, പിന്നെ സാമ്പാർ, ഇത്രയാട്ടോ നമ്മൾ ഉണ്ടാക്കിയ കറികൾ. ഇപ്പോൾ ചെറിയൊരു സദ്യ. പിന്നെ തനു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന സമയത്ത് ആൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. ഇലയിൽ സിറ്റൗട്ടി കൊണ്ടുവന്നിരുത്തിയിട്ട് കൊടുത്തപ്പോൾ പരിപ്പ് കൂട്ടി കഴിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പരിപ്പും നെയ്യും കൂടെ ഒഴിച്ച് പപ്പടവും കൂടെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ചോറ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ സദ്യ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടായിരുന്നു. അവസാനം കഴിച്ചത് ഞങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഓണാഘോഷം ഇവിടെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ ഓണാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ വർഷത്തെ. നമുക്കിനി നാളെ രാവിലെ നമ്മൾ അത്തമിടും തിരുവോണത്തിന്. പക്ഷെ ഭക്ഷണം നമ്മൾ വേറെയുള്ള ആഘോഷങ്ങളും മൊത്തം നമ്മൾ വീട്ടിൽ പോയിട്ടായിരിക്കും കേട്ടോ പല്ലിയറയിൽ. രാവിലെ നാളെ കുഞ്ഞിനെയും കൊണ്ട് ക്ലബ്ബിലൊക്കെ പോകണം. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ നമ്മൾ ഇവിടുത്തെ ഓണാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ച് എല്ലാവരും പോയി കേട്ടോ. അപ്പോൾ കുഞ്ഞ് സിന്ധു ചേച്ചി അങ്ങോട്ടും പോയി. നമ്മൾ വിചാരിച്ച പോലെ ആൾ കേക്ക് മുറിക്കുക വേണം, കേക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കേക്കിൻ്റെ താഴെ ചെറിയൊരു ബോൾ ഉണ്ടപ്പോഴത്തേക്ക് ആളുടെ മൈൻഡ് മാറിപ്പോയി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയില്ല. കേക്ക് മുറിക്കാനോ കഴിക്കാനൊന്നും സമ്മതിച്ചില്ല. ജസ്റ്റ് നമ്മൾ കുറച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴേ അതൊക്കെ അറിയത്തുള്ളൂ. എന്തായാലും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഇവിടുത്തെ കുഞ്ഞൊരു ആഘോഷത്തിൻ്റെ നമ്മൾ തിരക്ക് പിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ പറ്റുന്ന പോലെ ആട്ടോ ഒരു വീഡിയോ എടുത്തേക്കുന്നത്. എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന് ഒന്നും അറിയത്തില്ല.
അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ. പിന്നെ എത്ര മാസമായിട്ടുണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിപ്പം നാളെ 15-ാം തീയതി തിരുവോണത്തിൻ്റെ അന്നാകുമ്പോഴത്തേക്ക് നമുക്ക് 5 കംപ്ലീറ്റ് ആയിട്ട് 6 തുടങ്ങും കേട്ടോ. അപ്പോൾ ഇനി സ്കാനിങ്ങിനായിട്ട് പോകണം. 18-ാം തീയതി ആകുമ്പോഴത്തേക്ക് സ്കാനിങ്ങിന് പോകണം. ഇനി ഒരു ഓണം, അത് കഴിയുമ്പോഴത്തേക്ക് സ്കാനിങ്. ഇനി ഫുള്ള് കുറച്ച് ദിവസം തിരക്കായിരിക്കും. അപ്പോൾ ശരി, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേറ്റാൽ ഇനി ഒരു കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ പോയിട്ട് കുറേ പണിയുണ്ട്. പാത്രം കഴുകലും ഒന്ന് മൊത്തത്തിൽ വൃത്തിയാക്കലും അങ്ങനത്തെ കുറേ പണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്തിട്ട് ഫുൾ ഇന്നത്തോടെ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ, ടേക്ക് കെയർ.